ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പ് എന്നറിയപ്പെടുന്ന ഹോർമോസ് കടലിടുക്ക് വീണ്ടും ഒരു വൻ ശക്തി പോരാട്ടത്തിന്റെ വേദിയാകുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിയിട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ 7 പ്രമുഖ രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധ കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. വെറുമൊരു അഭ്യർത്ഥന എന്നതിലുപരി അമേരിക്കയുടെ സൈനിക സഹായം പറ്റി കഴിയുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു അന്ത്യശാസനം കൂടിയാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഈ നിർണായക പാതയിലെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും എന്നത് വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ പുതിയ നയം വ്യക്തമാക്കിയത്. മധ്യേഷ്യയിൽ നിന്നുള്ള എണ്ണയെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അമേരിക്ക വെറും 1% എണ്ണ മാത്രമാണ് ഈ പാതയിലൂടെ കൊണ്ടുവരുന്നത്. എന്നാൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ 90% ഹോർമോസ് വഴി എത്തിക്കുന്നു. നിങ്ങളുടെ അതിർത്തികളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ വരണം എന്ന ട്രംപിന്റെ നിലപാട് സഖ്യകക്ഷികളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നാറ്റോ രാജ്യങ്ങൾക്കും യുക്രൈൻ നൽകുന്ന സഹായങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ സംരംഭത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത രാജ്യങ്ങളെ ഞങ്ങൾ ഓർമ്മിച്ചു വയ്ക്കും എന്ന ട്രംപിന്റെ വാക്കുകൾ വലിയ ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ സൈനികമായി തങ്ങൾ പരാജയപ്പെടുത്തി കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ വ്യോമസേനയെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും അമേരിക്കൻ സൈന്യം നിഷ്പ്രഭമാക്കിയതായി അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർക്ക് ഐലൻഡ് ആക്രമിച്ചതും ഭരണ നേതൃത്വത്തെ ദുർബലപ്പെടുത്തിയതും യുദ്ധത്തിൽ നിർണായകമായി. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ പക്കൽ ഇപ്പോൾ വെറും 20% ഡ്രോണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ഓരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വെനസ്വേലയിൽ നടത്തിയതിന് സമാനമായ കരുത്തുറ്റ സൈനിക ഓപ്പറേഷനാണ് ഇറാനിലും നടത്തുന്നത് എന്നും ട്രംപ് വിശദീകരിച്ചു. ഇറാൻ ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവർ അതിന് പാകമായിട്ടില്ല എന്നും US അതിന്റെ ദൗത്യം പൂർത്തിയാക്കുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തോടെയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് തുടക്കമായത്. ഇതിന് മറുപടിയായി ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ കടൽ മൈനുകളും ചെറിയ യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയർന്നു. അമേരിക്കയിലെ ഇന്ധനവിലയിലും വലിയ വർധനവുണ്ടായി. ഇത് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ അമേരിക്കൻ കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഇറാന്റെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ട്രംപ്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി ചർച്ച നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും സമാധാനപരമായി കപ്പലുകൾ കടത്തിവിടുന്നത് ഇറാന്റെ സൈനിക തീരുമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ചില രാജ്യങ്ങൾക്ക് സുരക്ഷിതമായ യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിൽ തകർക്കപ്പെട്ട തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കാൻ പദ്ധതിയില്ല എന്ന് പറയുന്നതിലൂടെ ആണവ കരാറുകളിൽ നിന്നുള്ള ഇറാന്റെ പൂർണ്ണമായ പിന്മാറ്റമാണ് ദൃശ്യമാകുന്നത്. പരോക്ഷമായി ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് അമേരിക്ക ആക്രമണം തുടങ്ങിയത് എന്നാണ് ഇറാന്റെ ആരോപണം. ഹോർമോസ് കടലിടുക്കിലെ ഈ സംഘർഷം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അതീവ ഗൗരവകരമാണ്. നമ്മുടെ ഇന്ധന ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഈ വഴിയിലൂടെയാണ് വരുന്നത്. ട്രംപ് ആവശ്യപ്പെട്ട 7 രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പത്തെയും സാമ്പത്തിക വളർച്ചയെയും ബാധിക്കും. യുദ്ധം നീണ്ടുപോവുകയും കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്താൽ ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അമേരിക്കൻ നാവികസേന വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും മറ്റ് രാജ്യങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കി ചൈനയെയും മറ്റ് ശത്രുക്കളെയും പ്രതിരോധിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. 2026 ഈ മധ്യേഷ്യൻ യുദ്ധം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള ക്രമത്തെ തന്നെ മാറ്റിയെഴുതുന്ന ഒന്നാണ്. സൈനിക കരുത്തിലൂടെ ഇറാനെ അടിച്ചമർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ആഗോള സാമ്പത്തിക സ്ഥിരത നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
ഹോർമോസ് കടലിടുക്കിലെ തിരമാലകൾക്കൊപ്പം ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയും രാഷ്ട്രീയ സമവാക്യങ്ങളും വരും ദിവസങ്ങളിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ഈ പുതിയ ലോകക്രമത്തിൽ ഓരോ രാജ്യവും തങ്ങളുടെ പക്ഷം തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.